ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ മാത്സിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1982/2021 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൻ്റെ ആദ്യം ഒരു 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണണേ. ഇതിൽ ബാക്കി 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ആകെ ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് മാക്സിമം ഉണ്ടാവുമല്ലോ. 9 ആദ്യത്തെ പാർട്ടിൽ ശരിക്കും ഞാൻ 10 എണ്ണവും പിന്നെ പാർട്ട് 2 ബാക്കി 10 എണ്ണവും ഡിസ്കസ് ചെയ്യാമെന്ന് ഓർത്തതാണ്. പക്ഷേ എനിക്ക് ആദ്യത്തെ പാർട്ടിൽ 9 എണ്ണേ ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇതിൽ ബാക്കി 11 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവർ ഒന്ന് കാണാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ JMP RUX MPT BEH. ഇതിൽ ഓഡ് വൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും ABCDEFG അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അതിൽ 1 2 3 4 എന്ന് നമ്മൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ അക്ഷരത്തിനും ഓരോ നമ്പർ വരില്ലേ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജെയുടെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, M എന്ന് പറയുന്നത് 13 ആണ്, P എന്ന് പറയുന്നത് 16 ആണ്. അതായത് +3 വെച്ച് എല്ലാം ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അതുപോലെ RUX അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും 6 18 ആണ്, U എന്ന് പറയുന്നത് 21 ആണ്, X എന്ന് പറയുന്നത് 24 ആണ്. ഇവിടെയും +3 ആഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതെല്ലാം വരേണ്ടത്. പിന്നെ അടുത്തത് നമ്മൾ നോക്കുമ്പോൾ MPT ആണ്. MPT എന്ന് പറയുന്നത് M 13 ആണ് ആൻഡ് P 16 ആണ്, T എന്ന് പറയുന്നത് പക്ഷേ 20 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 3 ആഡ് ചെയ്തിട്ടുണ്ട് 13ഉം 16ഉം. പക്ഷേ ഇവിടെ 16ഉം 20ഉം വന്നപ്പോൾ അവിടെ 4 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് അടുത്തതും കൂടെ ഇതാണ്. അപ്പോൾ MPT ആണ് ഇതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ BEH കൂടെ ഒന്ന് നോക്കിയേക്കാം. BEH നോക്കുമ്പോഴും B2 ആണ്, E എന്ന് പറയുന്നത് 5 ആണ് ആൻഡ് Hൻ്റെ നമ്പർ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. ഇതിലും എന്താണ് +3 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ MPT ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ B ആണ്, MPT എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഇതിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്ക്വയറിൻ്റെ ഉള്ളിൽ വേറെ സ്ക്വയറുകൾ അങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എണ്ണി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യം ഓരോ ചെറിയ സ്ക്വയേഴ്സും എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് കൊടുക്കുമ്പോൾ 1 2 5 6 7 8 9 10. ആ ചെറിയ സ്ക്വയറുകൾ 10 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഇനി അതിലോരോ 4 സ്ക്വയറുകൾ വെച്ചിട്ട് ഇതുപോലെ ഉള്ള ബാക്കി ഒരു ചെറിയ പോലത്തെ സ്ക്വയറുകളുണ്ട്. ഇതിനോരോന്നും നമ്മൾ കൊടുത്താൽ 10 കഴിഞ്ഞ് പിന്നെ 11, പിന്നെ അടുത്തത് ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരും, അത് 12-ാമത്തെയാണ് 12. പിന്നെ അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വരും, അത് 13-ാമത്തെ സ്ക്വയർ. പിന്നെ അടുത്തത് ഈ ഭാഗത്തുള്ളത് ഇത് 14-ാമത്തെ സ്ക്വയർ. പിന്നെ അതുപോലെ ഈ നടുക്ക് ഇതിനെ നമുക്കൊരു സ്ക്വയർ ആയിട്ട് എടുക്കാമല്ലോ. അതാണ് 15-ാമത്തെ സ്ക്വയർ വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് 16-ാമത്തെ സ്ക്വയർ ആണ്. അതുപോലെ ഈ സൈഡിലും അങ്ങനെ ഒരെണ്ണം വരും കേട്ടോ. ഓക്കെ, ഇത് 17-ാമത്തെ സ്ക്വയർ ആണ്. ഇനി ഇതിലൊന്നും പെടാതെയുള്ള ലാസ്റ്റത്തെ വലിയ സ്ക്വയർ, ഓക്കെ, ലാസ്റ്റത്തെ വലിയ സ്ക്വയർ ചുറ്റുമുള്ളത്, അതാണ് 18-ാമത്തത്. അങ്ങനെ ടോട്ടൽ 18 സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ C ആണ്, 18 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഡേ ബിഫോർ യെസ്റ്റർഡേ വാസ് ഓണം. My result will be published on day after tomorrow. My uncle is planning to a party to congratulate me on my success 5 days after Onam. If today is Monday, on which day the party will be arranged? Option A Friday, B Tuesday, C Wednesday, Thursday. ഇതാണ് ക്വസ്റ്റ്യൻ.
ഇതിൻ്റെ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മലയാളത്തിൽ വായിച്ച് ആൻസർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മലയാളം ഒന്ന് വായിക്കാം. ഇന്നലത്തെ തലേ ദിവസം ഓണമായിരുന്നു. അതിൻ്റെ ഫലം നാളെ കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കും. ഓണത്തിന് 5 ദിവസത്തിന് ശേഷം എൻ്റെ വിജയത്തിന് എന്നെ അഭിനന്ദിക്കാൻ എൻ്റെ അമ്മാവൻ ഒരു പാർട്ടി ആസൂത്രണം ചെയ്യുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഏത് ദിവസത്തിലാണ് പാർട്ടി ക്രമീകരിക്കുക? അതാണ് ഇതിൻ്റെ മലയാളമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡേ ബിഫോർ എസ്റ്റർഡേ വാസ് ഓണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ടുഡേ, അതായത് ഇന്നത്തെ ദിവസത്തിന് നമുക്ക് ടുഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഡേ ബിഫോർ എസ്റ്റർഡേ, ഇതിന് മുന്നത്തെ ദിവസം നമുക്ക് എസ്റ്റർഡേ. ഓക്കെ, ഡേ ബിഫോർ എസ്റ്റർഡേ വാസ് ഓണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ്റ്റർഡേക്ക് മുന്നേ ഉള്ള ദിവസമാണ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ്റ്റർഡേക്ക് മുമ്പാണ് ഓണം വരുന്നത്. ഡേ ബിഫോർ യെസ്റ്റർഡേ വാസ് ഓണം. ഓക്കെ, മൈ റിസൾട്ട് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ഡേ ആഫ്റ്റർ ടുമാറോ. നാളെ കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഡേ ആഫ്റ്റർ ടുമാറോ. അപ്പോൾ ടുഡേ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നാളെ എന്ന് പറയുമ്പോൾ ടുമാറോ. ഡേ ആഫ്റ്റർ ടുമാറോ എന്ന് പറയുമ്പോൾ ടുമാറോ കഴിഞ്ഞിട്ട് വരുന്ന ദിവസം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൈ അങ്കിൾ ഈസ് പ്ലാനിങ് എ പാർട്ടി ടു കൺഗ്രാജുലേറ്റ് മീ ഓൺ മൈ സക്സസ് 5 days ആഫ്റ്റർ ഓണം. ഓണം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ള പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണം കഴിഞ്ഞ് 5 ദിവസം എന്ന് പറയുമ്പോൾ ഓണം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് 5 ദിവസം, 1 2 3 4 5, 5ാമത്തെ ദിവസം അന്നാണ് എന്ത് പാർട്ടി എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് പാർട്ടി. അതായത് ഓണം കഴിഞ്ഞ് 5ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ റിസൾട്ട് കഴിഞ്ഞുള്ള പിറ്റേ ദിവസം അന്നാണ് പാർട്ടി വെച്ചിരിക്കുന്നത്. ഇഫ് ടുഡേ ഈസ് മൺഡേ, ടുഡേ എന്ന് പറയുന്നത് എന്താണ്? മൺഡേ ആണ്. ഇന്നത്തെ ദിവസം മൺഡേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ വിച്ച് ഡേ ദ പാർട്ടി വിൽ ബി അറേഞ്ച്ഡ്. അങ്ങനെയാണെങ്കിൽ പാർട്ടി എന്നായിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ടുഡേ മൺഡേ ആണെങ്കിൽ പിന്നെ എന്ത് വരും? ട്യൂസ്ഡേ വരും, വെനസ്ഡേ വരും, പിന്നെ വരുന്നത് എന്തായിരിക്കും? തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് തേഴ്സ്ഡേ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തേഴ്സ്ഡേ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ സ്റ്റുഡൻസ് ആർ അറേഞ്ച്ഡ് ഇൻ എ ലൈൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഹൈറ്റ്, രാജുസ് പൊസിഷൻ വാസ് 50th. If he is 20th from the last, how many students are there in his class? Option A 33, B 35, C 34, Option D 32. അങ്ങനെയാണ്. അപ്പോൾ എന്താണ്? സ്റ്റുഡൻസിനെ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഹൈറ്റിൻ്റെ ഇതിൽ. അപ്പോൾ രാജു എന്ന് പറയുന്നത് 15ാമത്തെ പൊസിഷനിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലൈനിൽ അറേഞ്ച് ചെയ്യുകയാണെന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ഫ്രണ്ടിൽ നിന്ന് രാജു എത്രയായിരിക്കും? 15ാമത്തെ പൊസിഷനിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹി വാസ് 20th ഫ്രം ദ ലാസ്റ്റ്, ലാസ്റ്റിൽ നിന്ന് 20ാമത്തെ പൊസിഷനിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് 15ാമത്തെ പൊസിഷനിലും ബാക്കിൽ നിന്ന് 20ാമത്തെ പൊസിഷനിലും ആയിരിക്കും രാജു. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ഹിസ് ക്ലാസ്? ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 15ാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജുവിൻ്റെ മുന്നിൽ ബാക്കി 14 പേരുണ്ടായിരിക്കും, ഇല്ലേ? പിന്നെ ആരുണ്ടായിരിക്കും? 15ാമതാണ് രാജു വന്നിരിക്കുന്നത്. രാജു ഒരാൾ, രാജു 15ാമത് വന്നിരിക്കുന്നു. ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 20ാമത്തെ പൊസിഷനിലാണ് രാജു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജുവിൻ്റെ പുറകിൽ ബാക്കി 20ാമത്തെ പൊസിഷൻ എന്ന് പറയുമ്പോൾ രാജുവിൻ്റെ പുറകിൽ ബാക്കി 19 പേരുണ്ടായിരിക്കും. 20ാമത്തെ ആൾ ആരാണ്? രാജു ആണ് 20ാമത്തെ ആൾ. രാജുവിന് നമ്മൾ ആദ്യമേ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് രാജു. അപ്പോൾ രാജുവിൻ്റെ പുറകിൽ 19 പേരും രാജുവിൻ്റെ മുന്നിലായിട്ട് 14 പേരും പിന്നെ രാജു. അതാണ് ടോട്ടൽ ക്ലാസ്സിലെ കുട്ടികളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ 19 + 1 + 14 എന്നുള്ളതാണ് ആൻസർ വരിക. ആൻസർ എന്നപ്പോൾ എന്തായിരിക്കും? 34 ആണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ സി 34 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ലയൺ ഈസ് കോഡഡ് ORLM, ടൈഗർ ഈസ് ദെൻ കോഡഡ് അസ്. ഓക്കെ, ലയണിനെ ORLM എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ടൈഗറിനെ എങ്ങനെ കോഡ് ചെയ്യുന്നു? ഇങ്ങനെ നമ്മൾ എഴുതാൻ നേരത്ത് ABCD നമ്മൾ എഴുതി നോക്കണം. അത് എഴുതാൻ നേരത്തെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഓർഡറും നമുക്ക് നോക്കാൻ പാകത്തിന് വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് A, B, എമ്മിൻ്റെ താഴെ N എഴുതാം.
ഇങ്ങനെ വേണം നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ABCD എഴുതുന്നതിന്. ഇതിപ്പോൾ നമ്പർ ഇട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിലും 1 2 3 4 എന്ന് നമ്പർ ഇട്ട് അങ്ങനെ എല്ലാം ഇവിടെ 26 അങ്ങനെ വരെ നമ്മൾ നമ്പർ ഇട്ട് വരിക. ഇനി നമ്പർ ഇടേണ്ടാത്തതാണെങ്കിലും നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുക. കാരണം ഇങ്ങനെ ഓപ്പോസിറ്റ് വരുന്ന ഒയുടെ ഓപ്പോസിറ്റ് LPയുടെ ഓപ്പോസിറ്റ് K അങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ചോദിക്കുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കാനും, പിന്നെ ഈ നമ്പർ ഓപ്പോസിറ്റ് ചിലപ്പോൾ Aയുടെ അവിടെ 26 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് എളുപ്പം ഇങ്ങനെ എഴുതുന്നതാണ്. അപ്പോൾ ABCD വെച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അത് എഴുതുമ്പോൾ ഈ ഒരു ഓർഡറിൽ എല്ലാം എഴുതുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ലയൺ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ L പറഞ്ഞിരിക്കുന്നത് ORLM എന്നാണ് അതിൻ്റെ കോഡ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ Lൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ വരുന്നത് എന്താണ്? ഓയാണ് വന്നിരിക്കുന്നത്. ആ O ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Iയുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒയുടെ ഓപ്പോസിറ്റ് L ആണ് വന്നിരിക്കുന്നത്. ആ L വെച്ചിട്ടുണ്ട്. പിന്നെ എമ്മിൻ്റെ ഓപ്പോസിറ്റ് N. ഓക്കെ, ഇങ്ങനെ ഓപ്പോസിറ്റ് എടുത്തിട്ടാണ് ഇവർ ലയൺ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ടൈഗറും എഴുതാം. ഓക്കെ, ടൈഗർ. Tയുടെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത് നോക്കുക. G ആണ് വരിക Tയുടെ ഓപ്പോസിറ്റ്. Iയുടെ ഓപ്പോസിറ്റ് വരുന്നത് ആണ്, R എഴുതുക. Gയുടെ ഓപ്പോസിറ്റ് വരുന്നത് T ആണ്, T എഴുതുക. Eയുടെ ഓപ്പോസിറ്റ് V, അതുപോലെ തന്നെ ആറിൻ്റെ ഓപ്പോസിറ്റ് I വരും. ഇത് ഏകദേശം ആദ്യത്തെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. GR കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഓപ്ഷൻ C ആണെന്ന് നമുക്ക് മനസ്സിലാവും. GRTVI. അപ്പം മുഴുവൻ അതുപോലെ എഴുതിയെടുക്കാൻ ടൈം ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആ രണ്ടക്ഷരം നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. C ആണ് GRTVI. അടുത്ത ക്വസ്റ്റ്യൻ, ടുഡേ ഈസ് ട്യൂസ്ഡേ. ആഫ്റ്റർ 55 days ഇറ്റ് വിൽ ബി. ഓപ്ഷൻ A സൺഡേ, B മൺഡേ, C ട്യൂസ്ഡേ, D വെനസ്ഡേ. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. 55 ദിവസം കഴിഞ്ഞിട്ട് ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കലണ്ടർ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 55 ദിവസം കഴിഞ്ഞ് ഏത് ദിവസം വരുമെന്നറിയാനായിട്ട് 55 55 ഡിവൈഡഡ് ബൈ 7 ചെയ്യാം. 55 ഡിവൈഡഡ് ബൈ 7 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ റിമൈൻഡർ വരുന്നത് 6 ആണ്. ഓക്കെ, നമ്മൾ റിമൈൻഡറാണ് ഇതിൽ എടുക്കേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ 55 ഡിവൈഡഡ് ബൈ 7 ചെയ്യുക, റിമൈൻഡർ എടുക്കുക. 6 ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ടുഡേ എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണെന്നാണ്. ഈ ട്യൂസ്ഡേനോട് 6 ആഡ് ചെയ്യാം. 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൺഡേ ആണ്. ട്യൂസ്ഡേനോട് 6 ദിവസം കൂട്ടുമ്പോൾ നമുക്ക് വരുന്നത് മൺഡേ എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ B ആണ്, മൺഡേ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. 2 12 5 122 4 252 7. ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 2 കുത്ത് നമുക്ക് രണ്ട് ഡോട്ട് പോലെ നമുക്ക് തന്നിട്ടില്ല, 2 കുത്ത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ ഈ സൈഡിലുള്ളത് തമ്മിലുള്ള അതേ റിലേഷൻ തന്നെയായിരിക്കും അതിൻ്റെ ഇപ്പുറത്തേക്കുള്ളതിലുള്ളതെന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് നോക്കണത്. ഇപ്പോൾ നമുക്ക് 2ഉം 12ഉം 5ഉം 122 അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് ക്യൂബും സ്ക്വയറും. ഒരു സംഖ്യയുടെ ക്യൂബ്, അതായത് 20 വരെയുള്ളതിൻ്റെ സ്ക്വയറുകളും 10 വരെയുള്ള ക്യൂബുകളും നമ്മൾ എന്തായാലും കാണാതെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. നമുക്ക് നോക്കുമ്പോൾ തന്നെ ഒരു റിലേഷൻ നമുക്ക് കുറേ എണ്ണത്തിൻ്റെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തന്നെ 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് 5ഉം 122ഉം തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ 5 ക്യൂബ് എന്ന് പറയുന്നത് 125 അപ്പോൾ അതിനോട് 3 കുറച്ചു, 5 ക്യൂബിനോട് 3 കുറയ്ക്കുന്നതാണ് 122 കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കണക്ഷൻ നമുക്കിവിടെ കിട്ടും, 122. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? 5 ക്യൂബ് മൈനസ് 3 ചെയ്തിരിക്കുന്നു. 125 മൈനസ് 3 നമുക്ക് 122 കിട്ടി. ഓക്കെ, ഇനി അതുപോലെ തന്നെ 2:12 എന്നുള്ളത് ഇവിടെ ചെയ്തിരിക്കുന്നത് 2⁴ മൈനസ് 4 ആണ്. 2⁴ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4 എന്ന് പറയുന്നത് 12. ഓക്കെ, അപ്പോൾ ആ 212ൻ്റെ ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 2⁴ മൈനസ് 4 ചെയ്തു, 5 ക്യൂബ് മൈനസ് 3 ചെയ്തു. ഇനി അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. 4:252 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിലേഷൻ നോക്കുക. 2ഉം 12ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 2⁴ മൈനസ് 4 ആയിരുന്നു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ 4⁴ മൈനസ് 4 ആയിരിക്കും. 256 ആണ് 4⁴ മൈനസ് 4 ചെയ്യുമ്പോൾ നമുക്ക് 252 കിട്ടും. അപ്പോൾ
അപ്പോൾ ഇത് അതേപോലെ റിലേഷൻ വന്നു. അപ്പോൾ 7ഉം പിന്നെ അടുത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഈ 5ഉം 122 തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും. അതായത് 5 ക്യൂബ് മൈനസ് 3 ആയിരുന്നു അത് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ഇത് 7 ക്യൂബ് മൈനസ് 3 ആയിരിക്കും. 7 ക്യൂബ് എന്ന് പറയുന്നത് 343 ആണ്. മൈനസ് 3 എന്ന് പറയുമ്പോൾ 340 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 340 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് 340. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റോങ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്: 16, 22, 30, 45, 52, 66. അതിൻ്റെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 22, ബി 45, സി 52, ഡി 66. ഇതിൽ നിന്ന് റോങ് നമ്പറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 16, 22, 30, 45, 52, 66. നമ്മളിതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 6, 16ഉം 22ഉം 6ആണ് വ്യത്യാസം. 22, 30ഉം 8ആണ്. 30ഉം 45ഉം 15ആണ്. 45ഉം 52ഉം 7ആണ്. 52ഉം 66ഉം 12ആണ്. ഇങ്ങനെയാണ് റിലേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ 6ഉം 8ഉം തമ്മിൽ ബന്ധമുണ്ട്. പിന്നെ 15ഉം ഇതുമായിട്ട് ബന്ധങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഉള്ളത് 12ആണ്. അപ്പോൾ 2 വെച്ച് കൂടുകയാണ് വരുന്നതെങ്കിൽ 6, 8, ഇവിടെ 10, 12, ഇവിടെ 14 കേട്ടോ. 52ഉം 66ഉം 14ആണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, 12, 14 ഈ ഒരു ഓർഡറിലായിരുന്നു വരുന്നുള്ളൂ. അപ്പോൾ ഈ 14 ഇവിടെ ശരിയായിരുന്നു. 6, 8, 10, 12, 14 ആ ഒരു ഓർഡറിൽ വേണമെങ്കിൽ വരായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമ്മൾ ഈ 10 വെച്ചിട്ട് നമ്മളിതിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 30ഉം 15ന് പകരം ഈ 15ന് പകരവും 10 എടുത്തു. ഈ 7ന് പകരം 12 എടുത്ത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 30ഉം 10ഉം ഈ 45ന് പകരം ഇവിടെ 40 വരുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 12 ഇവിടെ 40 + 12 ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 52 തന്നെയായിരുന്നു. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ തെറ്റ് എന്ന് പറയുന്നത് 45 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് 45. അടുത്ത ക്വസ്റ്റ്യൻ, 12 men can complete a project in 15 days and 10 women can complete the same project in 24 days. 9 men can start working and after 6 days they are replaced by 12 women. In how many days will 12 women complete the remaining work? Option A 20, B 16, C 10, D 40. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 12 men 15 ദിവസം കൊണ്ട് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. അതേ വർക്ക് 10 സ്ത്രീകൾ 24 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 9 മെൻ 6 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 12 വുമൺ അവർ പോയിട്ട് 12 വുമൺ അവിടെ വന്നു. അപ്പോൾ റിമൈനിങ് വർക്ക് ബാക്കിയുള്ള വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. റിമൈനിങ് വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് ആ 12 വുമൺ എത്ര ടൈം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ച് നമുക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു കണക്കാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വരുമ്പോൾ ആദ്യം നമ്മൾ എളുപ്പമുള്ളത് ചെയ്തിട്ട് കുറച്ച് ചെയ്യാനുള്ളത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. നമുക്ക് ടൈം മാനേജ് ചെയ്ത് എപ്പോഴും മാക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ 12 men ക്യാൻ കംപ്ലീറ്റ് എ പ്രൊജക്റ്റ് ഇൻ 15 days എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 10 women ക്യാൻ കംപ്ലീറ്റ് എ പ്രൊജക്റ്റ് ഇൻ 24 days. അപ്പോൾ ഇത് 12 പുരുഷന്മാർ ചെയ്യുന്ന വർക്കും ഇത് 10 സ്ത്രീകൾ ചെയ്യുന്ന വർക്കുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സെയിം വർക്കാണ്, രണ്ടും ഒരേ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 2 പേരുടെയും സെയിം ആയിരിക്കും. മെന്നിൻ്റെ ടോട്ടൽ വർക്കും വുമണിൻ്റെ ടോട്ടൽ വർക്കും ഈക്വലാണ്. ഓക്കെ, ഇതിൽ നമുക്ക് 15ഉം 10ഉം വെട്ടിക്കളയാം. ഇവിടെ 2 വരും, ഇവിടെ 3 വരും. ഓക്കെ, ഈ 12ഉം 24ഉം കളയാം, ഇവിടെ 2 വരും. അപ്പോൾ ഇതിൽ 3 മെന്നും 4 വുമണും വരും ഇല്ലേ. ഈ 2ഉം 4 വുമൺ വരും. അപ്പോൾ വുമണിൻ്റെയും മെന്നിൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് മെൻ ബൈ വുമൺ എഫിഷ്യൻസി 4/3 ആണ്. മെന്നിൻ്റെ എഫിഷ്യൻസി 4ഉം വുമണിൻ്റെ എഫിഷ്യൻസി 3ഉം ആയിരിക്കും. ഓക്കെ, ഈ എഫിഷ്യൻസി നമ്മൾ ഓരോന്നിൻ്റെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 12 men 15 ഡേയ്സ് കൊണ്ട് ചെയ്ത വർക്ക് എത്രയാണ് നമുക്കറിയണം. അപ്പോൾ 12 വുമൺ എന്ന് പറയുമ്പോൾ 12 men എന്ന് പറയുമ്പോൾ മെന്നിൻ്റെ എഫിഷ്യൻസി നമുക്കറിയാം 4 ആണ്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു 4. അപ്പം 4 × 15 12 × 4 × 15 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 720 എന്ന് കിട്ടും. ഇതാണ് അവർ ചെയ്യുന്ന ടോട്ടൽ വർക്ക്. 12 men 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണ് 720 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്കും വുമൺ ചെയ്യുന്ന വർക്കും സെയിം ആയിരിക്കും. ഇപ്പോൾ 10 വുമണിൻ്റെ എഫിഷ്യൻസി 3 ആണ്. അപ്പോൾ 10 × 3 × 24 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുക എന്തായിരിക്കും? 720 ആയിരിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും ടോട്ടൽ വർക്ക് സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ വർക്ക് കിട്ടി 720 ആണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന 9 men can start working and after 6 days are replaced by 12 women എന്നാണ്. അതായത് 9 പുരുഷന്മാർ 6 ദിവസം വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 9 men 6 ദിവസം വർക്ക് ചെയ്തു. മെന്നിൻ്റെ എഫിഷ്യൻസി നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 4 ആണ്. അപ്പോൾ 9 × 4 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 216 ആണ്. അപ്പോൾ ഈ 9 men 6 ദിവസം കൊണ്ട് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 216 ആണ്. ടോട്ടൽ വർക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു 720 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 720 എന്ന് പറഞ്ഞ ടോട്ടൽ വർക്കിൽ അവർ 6 ദിവസം കൊണ്ട് ചെയ്തത് 216 ആണ്. അപ്പോൾ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 720 നിന്ന് 216 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ബാക്കിയുള്ള വർക്ക് എത്രയാണ്? 504 ആണ്. അപ്പോൾ 504 വർക്കാണ് ഇനി ബാക്കിയുള്ളത്. 9 പുരുഷന്മാർ 6 ദിവസം ചെയ്തത് 216 വർക്കാണ്. ടോട്ടൽ വർക്ക് നമുക്ക് 720 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 720 നിന്ന് 216 നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാനുള്ള വർക്ക് കിട്ടി. 504 വർക്ക് ബാക്കി ചെയ്യണം. അത് ആരാണ് ചെയ്യേണ്ടത്? 12 വുമൺ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 12 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം കൊണ്ട് ചെയ്തു. അപ്പോൾ നമുക്കത് അറിയില്ല. 12 വുമൺ എത്രയോ ഡേയ്സ് കൊണ്ട് 504 വർക്ക് ചെയ്ത് തീർക്കണം. റിമൈനിങ് വർക്ക് 504 ആണ്. അപ്പോൾ ആ ബാക്കിയുള്ള വർക്ക് ചെയ്ത് തീർക്കാൻ എത്ര ഡേയ്സ് വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളപ്പോൾ 12 വുമൺ എത്ര ഡേയ്സ് കൊണ്ട് 504 വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ വുമണിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 3 ആണ്. ഡേയ്സ് നമ്മൾ കണ്ടുപിടിക്കണം ഈക്വൽ ടു 504 റിമൈനിങ് വർക്ക്. അപ്പോൾ നമുക്ക് ഈ ഡേയ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് 504 ഡിവൈഡഡ് ബൈ 12 × 3 ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ 14 എന്ന് കിട്ടും. 14 ഡേയ്സാണ് ബാക്കി വർക്ക് ചെയ്യാൻ വേണ്ടി വുമണിന്, ഈ 12 വുമണിന് വേണ്ടതെന്ന്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 14. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഫിഗറാണ്. പ്രോബ്ലം ഫിഗർ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റത്തെ ഫിഗർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ത്രികോണം, അതിൻ്റെ അറ്റത്തായിട്ടൊരു സർക്കിളും കൂടെ കൊടുത്തിട്ടുണ്ട്. ത്രികോണത്തിനാണ് ഇവിടെ കളർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് നേരെ തിരിഞ്ഞാണ്, അടുത്ത ഫിഗറിൽ വരുമ്പോൾ തിരിഞ്ഞു വരും. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നു. അപ്പോൾ കളറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. ട്രയാങ്കിളിൻ്റെ കളറ് സർക്കിളിനും സർക്കിളിൻ്റെ കളർ ട്രയാങ്കിളിനും വരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ചരിഞ്ഞാണ് ഇരിക്കുന്ന ട്രയാങ്കിൾ. ഓക്കെ, ഇവിടെ സർക്കിളിന് കളറുണ്ട്, ട്രയാങ്കിളിന് കളറില്ല. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസിൽ തന്നെ തിരിക്കാം. അങ്ങനെ തിരിക്കുമ്പോൾ സർക്കിൾ താഴെയും ട്രയാങ്കിൾ മുകളിലും വരണം. അതുപോലെ ട്രയാങ്കിളിന് ഇവിടെ കളറുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ട്രയാങ്കിളിന് ആ കളറും സർക്കിൾ പ്ലെയിൻ ആയിട്ടും വരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഇതായിരിക്കും കറക്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിൽ കിടക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രെയിൻ travels a distance of 600 km at a constant speed. If the speed of the train is increased by 5 km per hour, the journey would take 4 hours less. Find the speed of the train. Option A 100 km per hour, option B 25, option C 15, option D 75. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ
ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 കിലോമീറ്റർ ആണ്. ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ട്രെയിനിൻ്റെ സ്പീഡ് 500 km/h കൂട്ടിയിരുന്നെങ്കിൽ, അത് സാധാരണ പോകുന്ന സ്പീഡിനേക്കാളും 5 കിലോമീറ്ററും കൂടെ സ്പീഡ് കൂട്ടിയിരുന്നെങ്കിൽ എന്ത് കിട്ടും? 4 മണിക്കൂർ നേരത്തെ എത്തുമായിരുന്നു. വെച്ചാൽ 4 മണിക്കൂർ കുറവ് മതിയായിരുന്നു ആ സ്ഥലത്തെത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ കേസ് നോക്കുകയാണെങ്കിൽ 600 കിലോമീറ്റർ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ആദ്യത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ കേസിലെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ 600 ആണ് ഡിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ല. ഡിസ്റ്റൻസ് രണ്ട് കേസിലും 600 ആണ്. 600 ആൻഡ് കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോകുന്നത്. സ്പീഡ് നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ സ്പീഡ് എക്സ് ആക്കി എടുത്തു. ഓക്കെ, ഇനി രണ്ടാമത്തേതിൽ പറയാൻ നേരത്ത് അവിടുത്തെ ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഡിസ്റ്റൻസ് 600 തന്നെയാണ്. ആൻഡ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ സ്പീഡിന് ഫസ്റ്റ് കേസിൽ നമ്മൾ സ്പീഡിന് എക്സ് എന്ന് കൊടുത്തു. അതിനേക്കാളും 5 km/h കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് 5. ഇതാണ് രണ്ട് കേസിലും ടൈം എന്ന് പറയുന്നത്. 600 ബൈ എക്സും 600 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5ഉം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ ആദ്യത്തെ സ്പീഡിൽ നമ്മൾ പോകുമ്പോൾ, ആദ്യത്തെ കേസിൽ നമ്മൾ പോകുമ്പോൾ എടുക്കുന്ന സമയത്തിനേക്കാളും 4 മണിക്കൂർ കുറവെടുത്താൽ മതി രണ്ടാമത്തെ കേസിലെന്ന് മനസ്സിലാകും. അതായത് ഈ രണ്ട് ടൈമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. രണ്ടാമത് പറയുന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ കുറവ് മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? രണ്ട് സമയം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 4 മണിക്കൂറാണെന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താണ്? 600 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 600 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 4 ആണെന്നുള്ളൊരു ഇക്വേഷൻ നമുക്കിതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 600 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 600 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, ഇനി ഇക്വേഷൻ വെച്ച് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 600 ഇൻറ്റു എക്സ് പ്ലസ് 5 മൈനസ് ഈ 600 ഇങ്ങോട്ട് പോകുമ്പോൾ 600x എന്ന് വരും, ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, നമുക്കിതിനെ 600 ഇൻറ്റു എക്സ് പ്ലസ് 5 മൈനസ് 600x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഈ 600നെ എക്സ് വെച്ചിട്ടും ഈ 5 വെച്ചിട്ടും ഡിവൈഡ് ചെയ്യണം, ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 600x പ്ലസ് 3000 മൈനസ് 600x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് എന്താണ്? 600x പ്ലസ് 3000 മൈനസ് 600x ഈക്വൽ ടു 4 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ 600xും പ്ലസ് 600xും മൈനസ് 600xും ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് 3000 ആണ്. കണ്ടോ, ഇവിടെ 3000, ഇവിടെ 4 ഇൻറ്റു എക്സ് പ്ലസ് 5. അപ്പോൾ നമ്മൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5നെ നമ്മൾ 4നെ 3000ൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ 3000 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് എക്സ് ഇൻറ്റു
എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 750 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഈക്വൽ ടു 750. നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഇത് വീണ്ടും ചെയ്യണമെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്ത് നമുക്ക് കുറേ ചെയ്ത് പോകണം ബാക്കി. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വാല്യൂയിലേക്ക് ഈ ഓപ്ഷൻ നമുക്ക് 100, 25, 50, 75 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂയിലേക്ക് ഇത് നമുക്ക് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 75 കിട്ടുമെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ 100 എടുത്തിട്ടുണ്ടെങ്കിൽ 100 എക്സിന് നമ്മൾ 100 കൊടുത്താൽ 100 ഇൻറ്റു 100 പ്ലസ് 5 എന്ന് പറയുന്നത് 105 ആണ്. 100 ഇൻറ്റു 105 അതെന്തായാലും നമുക്ക് 750 എന്നുള്ളത് കിട്ടില്ല. ഒരു വലിയ ഇതാണ് കിട്ടുള്ളൂ, ഒരു വലിയ എമൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ അടുത്തത് ഓപ്ഷൻ ബി 25 എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 20 ഇൻറ്റു 25 എക്സ് ഇൻറ്റു 5 എക്സ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 25 എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് 25 അപ്പോൾ ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 30. 25 ഇൻറ്റു 30 എന്ന് വരും. 25 ഇൻറ്റു 30 ചെയ്യുമ്പോൾ നമുക്ക് 750 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 25 ആണ്. നമ്മൾ 50 എടുത്തിട്ടുണ്ടെങ്കിലും 50 ഇൻറ്റു 55 ആണ്, അത് വലിയ എമൗണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ 75 എടുത്തിട്ടുണ്ടെങ്കിലും 75 ഇൻറ്റു 80 ആണ് വരുള്ളൂ. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 ആണല്ലോ, അപ്പോഴും നമുക്ക് വലിയ എമൗണ്ടാണ് വരുള്ളൂ. അപ്പോൾ എന്തായാലും അത് രണ്ടും ആയിരിക്കില്ല. പിന്നെ വരുന്നത് 25 ആണ്. 25 ഇൻറ്റു 30 വരും. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 5 എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 30 അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 750 ആൻസർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്, 25 km/h. ഇങ്ങനെ കുറേ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളത് ഏറ്റവും ലാസ്റ്റ് ചെയ്യുക. എളുപ്പമുള്ളതെല്ലാം നമ്മൾ ആദ്യം ചെയ്യാം. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക മാത്സിന്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കുറേ ചെയ്യാനുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. പാർട്ട് 1 ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതും കൂടെ കാണുക കേട്ടോ. താങ്ക്